ഹലോ മച്ചന്മാരെ, അപ്പം മെറ്റസ് പാർക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ACP കാർ പോർച്ചാണ് കേട്ടോ. അപ്പോൾ മെറ്റീരിയൽസൊക്കെ നമ്മളെല്ലാവരും ഇവിടെ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ കാണുന്നൊരു പോർഷനിലാണ് കേട്ടോ നമുക്കൊരു കാർ പോർച്ച് ചെയ്യേണ്ടത്. ACP വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്യണത്. ബോക്സ് ടൈപ്പ് കാർ പോർച്ചാണ് നമ്മൾ ചെയ്യാൻ പോണത് കേട്ടോ. പിന്നെ നമുക്കൊരു പോളികാർബൺ ചെയ്യാനുണ്ട്, അതടുത്ത വീഡിയോയിൽ ഞാനിടാം. അപ്പോൾ നമ്മൾ പെയിൻ്റ് അടിക്കാനുള്ള പൈപ്പൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പോസ്റ്റിടാനുള്ള കുഴിയൊക്കെ എടുത്തിട്ടിരിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ താഴത്തെ പെയിൻ്റൊന്നും വീഴാണ്ടിരിക്കാൻ വേണ്ടി നമ്മളൊരു ഷീറ്റൊക്കെ വിരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പോസ്റ്റിടാനുള്ള കുഴി എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശിഷ്യൻ പെയിൻ്റ് അടിച്ചും തുടങ്ങിയിട്ടുണ്ട് ഒരു സൈഡിൽ നിന്ന്. ഇവിടെയാണ് നമുക്ക് പണിയേണ്ടതായിട്ടുള്ളത്. കാർ പോർച്ച് ചെയ്യേണ്ട ഒരു സ്പേസാണ് ഈ കാണുന്നത്. മതലിൻ്റെ സൈഡിലായ തന്നെ കോൺക്രീറ്റിൻ്റെ ചെറിയൊരു ഇതുണ്ട്. അപ്പോൾ കുഴിയെടുക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ അവർ ഇങ്ങനെ വീടൊക്കെ പൊളിക്കുന്ന വേസ്റ്റ് ഇട്ടേ സ്ഥലം പോയിക്കാൻ ഫുള്ള് കട്ടയും കല്ലും സാധനങ്ങളൊക്കെയാണ് കുഴിയെടുക്കാൻ നോക്കിയിട്ടാണെങ്കിൽ. അപ്പോൾ നമ്മൾ 2 പോസ്റ്റിൻ്റെ ആവശ്യമുള്ളൂ. പക്ഷേ നമ്മൾ ബോക്സ് ടൈപ്പ് ചെയ്യണ കാരണം നമ്മളൊരു 6 പോസ്റ്റ് ടോട്ടൽ കൊടുക്കാണ്ട് കേട്ടോ. 2 എൻഡിലായിട്ട് 2 പോസ്റ്റ് വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ പോസ്റ്റൊക്കെ വെച്ച് ബീമൊക്കെ കയറ്റിട്ടോ നമ്മൾ. അപ്പോൾ ഇങ്ങനെയായിട്ട് നമ്മൾ പോസ്റ്റ് കൊടുക്കുന്നത്. ബോക്സ് ടൈപ്പ് പണിയുമ്പോൾ വെച്ചാൽ 2 അടിക്ക് ഗ്യാപ്പിൽ ഓരോരോ പോസ്റ്റ് കൊടുക്കും. പിന്നെ ഫ്രണ്ടിലൊരു ഷോപ്പ് പോസ്റ്റായിട്ട് ഒരെണ്ണം വേറെ എക്സ്ട്രാ ഒരെണ്ണം വരും കേട്ടോ. അപ്പോൾ ബീമൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടോ നമ്മൾ ഇതിൻ്റെ മുകളിൽ ഇനി ഒരു പൈപ്പും കൂടി ടൈ അടിച്ച് കൊടുക്കും. അപ്പോൾ മഴ പെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ മഴ പെയ്ത് കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാരൊക്കെ അവിടെ കയറി ഇരിക്കുകയാണ്. മഴ വന്നു കഴിഞ്ഞപ്പോൾ നമ്മളിവിടെ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി മഴയാണ്. അപ്പോൾ നമ്മൾ വീണ്ടും മഴയൊക്കെ മാറിയപ്പോൾ വീണ്ടും ഇറങ്ങിയിട്ടാ. അപ്പോൾ ടൈയൊക്കെ അടിച്ച് കഴിഞ്ഞ് നമ്മളിത് പോസ്റ്റിൻ്റെ അകത്തേക്കുള്ള ഡിസൈനാണ് ഇട്ടത്. അപ്പോൾ നമ്മളിങ്ങനെ പുറത്തിട്ട് സെറ്റ് ചെയ്തിട്ട് കൊണ്ടുവന്ന് വെച്ചിട്ട് ആക്കടിക്കാണ് ചെയ്യാറ്. ഈ കാണുന്ന പോസ്റ്റിൻ്റെ അകത്തേക്കുള്ള ഡിസൈനാണ് നമ്മൾ സെറ്റ് ചെയ്തത്. അപ്പോൾ അതൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. മഴ കാരണം വീഡിയോ എടുക്കാൻ പറ്റണില്ല. അപ്പോൾ നമ്മളുടെ വർക്കൊക്കെ ഏകദേശം ഓൾമോസ്റ്റ് ഫ്രെയിം വർക്കിൻ്റെ ഒക്കെ പരിപാടികൾ കഴിഞ്ഞ് എല്ലാവരും നമ്മൾ പർലിങ്സൊക്കെ അടിച്ച് എല്ലാവരും നമ്മളൊരു 2 അടി അല്ല അതിലും താഴെയിലാണ്ട് നമ്മൾ പർലിങ് കൊടുത്താണ്. ACP ആയായിരുന്നു നല്ലോണം കിടന്നോളും, ലൈഫ് കിട്ടും. നമ്മൾ ഷീറ്റൊക്കെ ഇട്ട് തീർത്തട്ടോ. വെയിൽ കണ്ടപ്പോൾ നമ്മൾ വേഗം ഷീറ്റൊക്കെ ഇട്ട് തീർത്തപ്പോൾ നമ്മൾ ആ ഡെമ്മി പോസ്റ്റ്, ഇതൊരു ഡെമ്മി പോസ്റ്റ് ഉണ്ട്. ഇത് വെറുതെ ഒരു ഷോക്ക് വെച്ചാക്കനാണ്. ഷോക്ക് വെച്ചാൽ നമ്മൾ കോൺക്രീറ്റ് ഇല്ല, നമ്മൾ ജസ്റ്റ് ഒരു ആങ്കർ റോൾഡ് അടിച്ച് വെച്ചിട്ടുള്ളൂ. ഇതൊക്കെ നമ്മൾ കോൺക്രീറ്റ് ചെയ്യും കേട്ടോ. മേളിലോട്ട് പൊക്കി കോൺക്രീറ്റ് ചെയ്യും. അപ്പോൾ ഇതാണ്ട് നമ്മളുടെ വർക്കിൻ്റെ ഒരു ഫൈനൽ വ്യൂ എന്ന് പറയണത്. ഷീറ്റൊക്കെ ഇട്ട് തീർത്ത് ഇനി കുറച്ച് പെയിൻ്റൊക്കെ ടച്ച് ചെയ്യാനുണ്ട്. പിന്നെ കുറച്ച് MCLകൾ ഇടാനുണ്ട് ജോയിൻറ്റുകളിലൊക്കെ. എന്നുവെച്ചാൽ നമ്മൾ താഴെ നിന്നുള്ള ഹോളൊക്കെ നമ്മൾ ഫുള്ള് കംപ്ലീറ്റ് MCLൊക്കെ ഇട്ട് അടക്കും കേട്ടോ. അപ്പം അങ്ങനത്തെ കുറച്ച് വർക്കുകളാണുള്ളത്. ഇനി കുറച്ച് ഫിനിഷിങ് വർക്കുകളൊക്കെ. പിന്നെ മേളിൽ അവർ ACP ഇട്ടിട്ട് അതിൻ്റെ മേളിൽ സീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെയും നമ്മൾ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ മഴ പെയ്ത്. പിന്നെ മഴ നോക്കി നിന്ന് രാത്രിയായിട്ടോ. രാത്രിയായപ്പോൾ കൂടെ നമ്മൾ കോൺക്രീറ്റൊക്കെ ഇട്ട് വർക്ക് ഫിനിഷാക്കിയതാട്ടോ. അപ്പോൾ ഫുൾ വർക്ക് ഫിനിഷായിട്ടുണ്ട്. അപ്പോൾ ഇനി നീണ്ടിരിക്കുന്ന ഷീറ്റ് നമ്മൾ കട്ട് ചെയ്ത് കളയോട്ടോ. നമുക്കവിടെ പോളികാർബൺ ചെയ്യാനുണ്ട്. അപ്പോൾ അത് കാരണം അങ്ങനെ ഇപ്പോൾ ഇട്ടാക്കലാണ്. അപ്പോൾ ആ ഫ്രെയിം വന്ന് ചെയ്യുമ്പോഴൊക്കെ നമ്മളത് കട്ട് ചെയ്ത് കളയും. നമ്മളുടെ വർക്ക് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. ഇതാണ് ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ വർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുക, ഫോളോ ചെയ്യാം കേട്ടോ. പേജ് എല്ലാവരും ഫോളോ ചെയ്യണേ.